ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവിൻ്റെ വീട്ടിൽ കൊച്ചമണി ഒരു മഹാറാണിയെ പോലെ ചെയറിലിങ്ങനെ കാലുമേ കാലൊക്കെ വെച്ചിട്ട് വലിയ അധികാര ഭാവത്തിൽ ഋതികയെ കൊണ്ട് ആ റൂമെല്ലാം അടിച്ചു വാരി തൂപ്പിക്കുവാണ്. ഇത് എന്തുവാ കൊച്ചെ, മേലനങ്ങി അങ്ങോട്ട് ജോലി ചെയ്. എന്തുവാ ചൂലെ പിടിച്ചോണ്ടിരിക്കുന്നത്? ചൂലിന് നോവുക? ഇതെന്തോ റോസായതല തലോടുന്ന പോലാണല്ലോ തലോടുന്നത്. അങ്ങോട്ട് മര്യാദയ്ക്ക് നല്ല രീതിക്ക് അങ്ങോട്ട് തൂത്ത് വൃത്തിയാക്കുക വെച്ചേ. ശരീരം അങ്ങോട്ട് അനങ്ങട്ടെ, നല്ലതുപോലെ അനങ്ങി വേണം അങ്ങോട്ട് ജോലി ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ അധികാരത്തിൽ ഇങ്ങനെ വഴക്ക് പറയുകയാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ വേണുവേട്ടൻ അങ്ങോട്ട് വരിക. വേണുവേട്ടന് സഹിക്കുമോ? ഋതിക ആരാ? മന്ത്രിയുടെ മകൾ മാത്രമാണോ? അവൾ രാജകൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ? വേണുവേട്ടനെ ദേഷ്യം കൊണ്ട് വയ്യ. കിളവി, നിങ്ങൾ ഇതുവരെയായി അല്ലേ എന്നും പറഞ്ഞ് ഋതികയുടെ കയ്യിൽ നിന്ന് ചൂല് വാങ്ങിച്ചൊരൊറ്റയേറ്. മോളിതൊന്നും ചെയ്യണ്ട. ഈ വൃത്തികെട്ട വീട്ടിലോട്ട് കയറി വന്നെന്നും കരുതിയേ മോൾ ഇത്രയ്ക്കൊന്നും തരം താഴേണ്ട കാര്യമില്ല. കൊച്ചമ്മയുടെ നേരെ ദേഷ്യത്തിൽ വിറയ്ക്കുവാണ് വേണുവേട്ടൻ. വേണ്ട തള്ളേ, ആക്രി സാധനമാണെന്നോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നിങ്ങൾ നോക്കിയാലുണ്ടല്ലോ എൻ്റെ വിധം മാറും. ഈ ചൊറിയൻ തവളയുണ്ടല്ലോ, ആ ചൊറിയൻ തവളെ തോണ്ടി എടുക്കുന്ന പോലെ എടുത്തേ ഞാൻ പുറത്തോട്ട് എറിയും. അത് കേട്ടിട്ട് കൊച്ചമ്മണി പറയാം, അയ്യോ അച്ഛൻ എന്തിനാ അതിനെ എന്നോട് ചൂടാകുന്നത്? ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തൂപ്പിച്ചത് തെറ്റാണോ? അടുപ്പിക്കുന്നതും തൂപ്പിക്കുന്നതൊക്കെ അത് അങ്ങ് ചെന്ന് നിങ്ങളുടെ വീട്ടിൽ ചെയ്, വല്ല ജോലിക്കാരെയും വെച്ച് ചെയ്യിച്ചോ. ഇവിടെ നിങ്ങളുടെ അധികാരമൊന്നും വേണ്ട. ഈ കുട്ടി ആരാണെന്നോ എവിടത്തെയാണെന്നൊന്നും നിങ്ങൾക്കറിയില്ല. രാധമ്മ വല്ലതുമൊക്കെ കാണിക്കുന്ന കണ്ടോണ്ടേ നിങ്ങൾ കയറി വിളയരുത്. വെള്ളച്ചിലിങ്ങോട്ടെടുത്ത വലിച്ചു വാരി ഞാൻ തറയിലടിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഋതിക പറയുന്നു, വേണുമങ്ങളെ വേണ്ട, വല്യമ്മ വഴക്കൊന്നും പറയണ്ട. എനിക്ക് ഈ ജോലി ചെയ്യുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാനിതൊക്കെ ചെയ്തോളാം വേണുമങ്ങളെ. വേണ്ട, അടിച്ചുതൂപ്പൊക്കെ ഇവരുടെ പണിയാ. മോളതൊന്നും ചെയ്തുകൂടാ. മോക്കറിയാവോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അടിച്ചുതൂപ്പുകാരിക്കുള്ള അവാർഡ് വാങ്ങിച്ച സ്ത്രീയാ ഇവര്. അയ്യോ അച്ഛാ, ഏത് അവാർഡാ അച്ഛാ? അതെ, കുറ്റിച്ചൂൽ അവാർഡ്. അയ്യോ അച്ഛാ, കുറ്റിച്ചൂലിന് എനിക്ക് അടി കിട്ടിയതായിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ അവാർഡ് കിട്ടിയതായിട്ട് ഞാൻ അങ്ങോട്ട് ഓർക്കുന്നില്ല. കൊച്ചമ്മണി അങ്ങനെ പറഞ്ഞപ്പോൾ വേണുവേട്ടൻ പറയാം, അടി അങ്ങനെ പലയിടത്തുനിന്നും കിട്ടിയിട്ടുണ്ടാകും. മിക്കവാറും ഇവരെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ ഈ വീട്ടിൽ നിന്ന് ഇവരിറങ്ങി പോകത്തുള്ളൂ. അയ്യോ അച്ഛാ, അച്ഛനിപ്പോൾ എന്തുവാ പതുക്കെ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. അതെ, ഞാൻ ഈ കുലുക്കി കുത്തുകാരെ കുറിച്ച് പറഞ്ഞതാ. ഈ അമ്പലപ്പറമ്പിലൊക്കെ ഒരുമാതിരി കളിയുണ്ടല്ലോ, കുലുക്കി കുത്ത്, അതിനെക്കുറിച്ച് പറഞ്ഞതാ ഞാൻ. അത് കേട്ടിട്ട് കൊച്ചമ്മണി വേണുവേട്ടന് നല്ലൊരു പണി കൊടുക്കുവാണ്. എന്നാലേ അച്ഛൻ അതിന് പോയിക്കൂടെ? ഒരു പണിയും ചെയ്യാതെ ആർക്കും ഒരു ഉപകാരമില്ലാതെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? അയ്യോ, ദേഷ്യം വരുന്നു നമ്മുടെ വേണുവേട്ടന്. ഇവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഇവരെ കഴുത്തെ പിടിച്ച് ഞാനിപ്പോൾ വെളിയിലെറിയും എന്നുള്ള ദേഷ്യം വരുവാണ് നമ്മുടെ വേണുവേട്ടന്. എൻ്റെ ദൈവമേ, ഈ ബാധ ഇവിടുന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ടെങ്കിലും ഒഴിപ്പിക്കും. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നു. കൊച്ചമ്മണി പറയാ, ദാണ്ട വന്നല്ലോ ദഹിക്കുന്ന ആത്മാവ്. എടാ മോനെ, ഈ സാധനത്തെ ഒന്നും നീ നോക്കണ്ട എന്ന് വേണുവേട്ടൻ പറയുന്നുണ്ട്. ഈ വക മാരണങ്ങളെയൊക്കെ നമ്മൾ തൽക്കാലം സഹിച്ചേ പറ്റൂ മോനെ. മോനെന്താ വർമ്മസാറിൻ്റെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? അപ്പോൾ രാധമ്മയെ അങ്ങോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. രാജു പറയുക, അച്ഛാ, അമ്മാമ്മയ്ക്ക് എന്നെയും ഋതിക മേഡത്തെയും കൊണ്ട് എങ്ങോട്ടോ ടൂറ് പോകണമെന്ന്. മേഡത്തെ വിളിച്ചോണ്ട് വേഗം ചെല്ലാനും പറഞ്ഞു. അത് കേൾക്കുമ്പോൾ വേണുവേട്ടന് ഭയങ്കര സന്തോഷമാണ്. അതെന്തായാലും നല്ല കാര്യമാണ് മോനെ. മോൻ മേഡത്തെയും വിളിച്ചോണ്ട് പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. കൊച്ചമ്മണി ഉടനെ രാജുവിനോട് ചോദിക്കുന്നു, മോനെ സിംഗപ്പൂരിലോട്ടാണോ ടൂറ്? ഞാൻ സിംഗപ്പൂരിലും കോലാപ്പൂരിലും ഒന്നും ഇതുവരെ ടൂറ് പോയിട്ടില്ല. അതുകൊണ്ട് ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം. വേണുവേട്ടൻ പറയാം, ഫ്ലൈറ്റിലേ ഒരാൾക്ക് 30 കിലോ ഭാരവേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളാണെങ്കിൽ ഒരു കിൻഡലുണ്ട്, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ അതല്ല, ഞാൻ കൂടെ ചെല്ലുന്നതേ അവർക്കൊരു സഹായമാകും. അതുകൊണ്ടേ ഞാനും കൂടെ പോയിട്ട് വരാം. എൻ്റെ പൊന്ന് തള്ളേ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ആരും ഒരു സമാധാനം കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെങ്കിലും പോയി 2 ദിവസം സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ. നിങ്ങളൊരു കൊതുക് ശല്യമായി മാറിപ്പോയല്ലോ. രാജു ഋതികയോട് പറയുന്നു, മേഡം വേഗം റെഡിയാകും. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് രാജു രാധമ്മയോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ പോവുകയോ വരികയോ എന്ത് വേണമെങ്കിലും ചെയ്യും, അതിന് ഞാനെന്ത് വേണം എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പെട്ടെന്ന് രാധമ്മ അടുക്കളയിലോട്ടങ്ങ് പോവുകയാണ്. അത് കണ്ടിട്ട് വേണുവേട്ടൻ പറയുന്നു, വാത്സല്യം പകരേണ്ട നാവിൽ നിന്ന് വന്ന യാത്രയേപ്പ ഇങ്ങനെ ഉണ്ടോടാ അമ്മമാര്? അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. രാധമ്മ ഒന്നും ഉള്ളിൽ തട്ടി പറയുന്നതായിരിക്കത്തില്ല, എനിക്കറിയാച്ചാ. അങ്ങനെ രാജുവും ഋതികയും കൂടെ വർമ്മസാറിൻ്റെ വീട്ടിലോട്ട് പോകാൻ റെഡിയാകുകയാണ്. അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. വേണുവേട്ടൻ നോക്കുമ്പോൾ ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ജയനാണ്. നല്ല മൂഡിലാണ് ജയൻ വരുന്നത്.
4 കാലയിലാണ് അവൻ്റെ വരവ്. കൈ നിറച്ച് ബാഗും അതിലെല്ലാം നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. കാർ ഓടിച്ചു വന്ന ഡ്രൈവർ ബാക്കി കൊടുത്തപ്പോൾ അതുപോലും ജയൻ മേടിക്കുന്നില്ല. നീ കൊണ്ടുപോയിക്കോടാ, എൻ്റെ കൈ നിറയെ പണമാണ് ഉള്ളത് എന്നും പറഞ്ഞ് വേണുവേട്ടൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു വരുവാണ്. വേണുവേട്ടനെ ഒന്ന് ശരിക്കും സൂക്ഷിച്ച് നോക്കിയിട്ട് ജയൻ അങ്ങനെ മനസ്സിൽ പറയുക, വന്നു കയറിയപ്പോഴേ കൊരങ്ങനെയാണല്ലോ ശകുനം. ഇയാളെ കണി കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിലോ പച്ച വെള്ളം കിട്ടത്തില്ല. ജയൻ്റെ ആ ആട്ടവും കുലുക്കവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ ചോദിക്കുന്നു, നീ എന്താടാ എന്നെ നവരസങ്ങൾ പഠിപ്പിക്കുവാണോ? കുടിച്ചൽപ്പം പോലും ലെവലില്ലാതെ നിൽക്കുന്ന ജയൻ പറയുക, ഒരൽപ്പം പോലും രസമില്ലാത്ത എൻ്റെ അമ്മായിയച്ഛനെ നോക്കി ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചതാ. നീ ചിരിക്കുവടാ, എന്നാലേ നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേറെ സാധനം അല്ലയോ, അപ്പം നീ ചിരിക്കും, ചിരിക്കാതിരിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വല്ലോ ആകുമായിരുന്നോ? ഈ ബാറൊക്കെ ഞാൻ കയറി ഇറങ്ങി ഇങ്ങനെ കാശ് കളയുമായിരുന്നോ? ബാറിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ നല്ല സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിങ്ങനെ അമ്മായിയപ്പനും മരുമോനും കൂടെ ഇങ്ങനെ ഇരുന്ന് അടിക്കാൻ വയ്യായിരുന്നോ? സാധാരണ മിക്ക അമ്മായിയപ്പനും മരുമോനും ഇങ്ങനെയൊക്കെയാ. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയും, എടാ ഞാനേ എന്നാൽ ആ സാധാരണ അമ്മായിയച്ഛനല്ല. മരുമകന് കള്ളൊഴിച്ചു കൊടുത്തിട്ടേ മകളെ തല്ലുകൊള്ളിക്കാൻ ഞാനെന്താടാ പ്രാന്താണോ? കൈ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ആരെ ചുറ്റിച്ച് വാങ്ങിച്ചതാ? എൻ്റെ അച്ഛ, ഇതൊന്നും ഞാൻ ആരെയും ചുറ്റിച്ച് വാങ്ങിച്ചതല്ല, ഇതെല്ലാം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. ശരിയാടാ മരുമോനെ, ഭാര്യയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, എന്നാലേ അതിനൊരു അന്തസ്സൊക്കെ വേണം. നിൻ്റെ ഭാര്യയെ ഒരു സാരി ഉടുത്തോണ്ട് വഴിയെ കൂടി ഇങ്ങനെ പോകുമ്പോൾ ആരും പറയരുത്, ദാണ്ട അവളുടുത്തിരിക്കുന്ന ആ സാരി ഉണ്ടല്ലോ എന്നെ പറ്റിച്ച് മേടിച്ചതാന്ന്. അപ്പോഴങ്ങോട്ട് പ്രിയയും രാധമ്മയും കൂടെ അടുത്തോട്ട് വരുവാണ്. എടി പ്രിയേ, നിനക്ക് ഞാനൊരു തുണിക്കഷ്ണം പോലും മേടിച്ചു തരുന്നില്ലെന്നല്ലേ നിൻ്റെ പരാതി? ഇന്ന് സാരിയുടെ തെരളിയാണ് ഇതൊക്കെ എന്നും പറഞ്ഞ സാരി എടുത്ത് നീട്ടുമ്പോൾ പ്രിയ ചോദിക്കുന്നു, ജേട്ടൻ കുടിച്ചിട്ടുണ്ട് ഇല്ലേ? അതെന്തിനാടി നീ പതുക്കെ ചോദിക്കുന്നത്? ഉറക്കെ ചോദിക്കടി. ഞാനേ അധ്വാനിച്ചൊരു ജോലി ചെയ്തപ്പോൾ കുറച്ച് കാശ് കിട്ടി. മനസമാധാനത്തിന് വേണ്ടി 2 എണ്ണം വീശുകയും ചെയ്തു. കുറേ ദിവസം കൊണ്ട് കല്യാണം, ചർച്ച, ചർച്ച, കല്യാണം, അന്തിച്ചർച്ച, കല്യാണം, ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുമല്ലായിരുന്നോ ഈ വീട്? ഒടുവിൽ കല്യാണം നടന്നിട്ട് എന്തെങ്കിലും സമാധാനമുണ്ടോ? അതും ഇല്ല. ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടി ഞാനൊരു 2 എണ്ണം വീശി. അപ്പോൾ കൊച്ചമ്മണി അങ്ങോട്ട് വരുന്നു. അയ്യോ താണ്ട തള്ള വരുന്നേ. കൊച്ചമ്മണി ജയനോട് ചോദിക്കുന്നു, എടാ നീ കുടിച്ചത് വയലൻ്റ് റമ്മാണോ? ആ സാധനത്തിൻ്റെ മണമാണെന്നല്ലോടാ. അത് കേട്ടിട്ട് വേണുവേട്ടൻ, ഈ സാധനമൊക്കെ ഈ പെണ്ണും പിള്ളയും കുടിക്കുവോ? കൊച്ചമ്മണി മകനെ ഉപദേശിക്കുക, എടാ കുടിക്കുമ്പോൾ ആരുടെയെങ്കിലും മേക്കിട്ട് കയറുന്ന പോലുള്ള സാധനം മേടിച്ച് കുടിക്കടാ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. ഒരടിയും പിടിയൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഇതൊക്കെ കുടിക്കുന്നത്? കുടിക്കുമ്പോഴേ ഒടുവിൽ ഓടയിലും വീഴണം. കൊച്ചമ്മയുടെ ഈ വിവരക്കേട് കേട്ടിട്ട് വേണുവേട്ടൻ പറയും, അയ്യോ നല്ല ബെസ്റ്റ് മദർ. അപ്പോൾ രാജുവും ഹൃതിയെ ഒരുങ്ങി ബാഗ് വെക്കേട്ട് വരുവാണ്. അച്ഛാ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് രാജു പറയുമ്പോൾ പെട്ടെന്ന് ജയൻ ചോദിക്കുക, അല്ല അളിയനും നാത്തോനും കൂടെ എവിടെ പോന്നു? എടാ വിവരം കെട്ടവനെ, ആ കൊച്ചിനെ കയറി നാത്തോനെന്നൊന്നും വിളിക്കാതെടാ. നിനക്ക് എന്തെങ്കിലും വിളിക്കണം തോന്നുവാണെങ്കിൽ അനിയത്തിയെന്നോ മറ്റോ വിളിച്ചാൽ മതിയടാ. അല്ല അളിയാ, നിങ്ങളിതെവിടെ പോന്നു? അതെ ഞങ്ങളൊരു ടൂർ പോവുക. അങ്ങനെ ബോധവും ബൊക്കണവും ഇല്ലാതെ ജയൻ ഓരോന്ന് പറയുവാണ്. ഓ ഹണിമൂൺ, കുളുമണാലി, തേക്കടി, ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, ഇവിടേക്കാണോ പോകുന്നത്? രാജു പറയാം, ഞങ്ങൾ ഹണിമൂണിനൊന്നും പോവുമല്ല, ഞങ്ങളെ അമ്മാമ്മയുടെ ഒരു സ്ഥലം വരെ പോവുക. എടി പ്രിയെ, നീ എളുപ്പം പോയി റെഡിയാകും, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു ടൂർ പോകണം. അതെന്തായാലും നല്ല കാര്യമാടാ മോനെ, നമുക്ക് 3 ആൾക്കൂടെ ചേർന്ന് കാശ്മീരിലോട്ട് പോകാം. കൊച്ചമണി പെട്ടെന്ന് പറയുക. അമ്മേ അപ്പോൾ നിങ്ങളും വരുന്നുണ്ടോ? വരുന്നടാ മോനെ. എന്നാൽ പ്രിയെ നമുക്ക് കൊടൈക്കനാലിൽ പോവാം. അവിടെ ആണെങ്കിൽ ഈ സൂയിസൈഡ് പോയിൻ്റ് എന്നും പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ട് കൊണ്ട് ചെന്നിട്ടേ നിങ്ങളെ അങ്ങ് താഴോട്ട് തള്ളിവിട്ടേക്കാം. പരട്ട തള്ളയ്ക്ക് ടൂറ് പോകണമെന്ന് എന്നും പറഞ്ഞ് ജയൻ വഴക്ക് പറയുവാണ്. എന്നാൽ സമയം ഒരുപാടാകുന്നു. അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് രാജു പറയുമ്പോൾ പെട്ടെന്ന് ഋതിക രാധമ്മയെ നോക്കിയിട്ട്, രാധമ്മേ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയുമ്പോഴത്തേക്കും രാധമ്മ ദേഷ്യത്തിൽ പ്രിയെ ഒരു തള്ളു, മാറി നിൽക്കണി അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് രാധമ്മ അകത്തോട്ടങ്ങ് പോവുകയാണ്. അത് കണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന ഋതികയെ നോക്കിയിട്ട് രാജു, അച്ഛാ ഞങ്ങൾ പോവുക എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അയ്യോ ആ പെണ്ണ് പോയല്ലോ, ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? കൊച്ചമ്മണി പറയുക. ആരെ? ഋതികെ. പ്രിയയ്ക്കാണെങ്കിൽ ജയൻ്റെ ആ കോലം കണ്ടിട്ട് കലിയിളകുക. ജേട്ടനിങ്ങോട്ട് വന്ന് എന്നും പറഞ്ഞ് വലിച്ച് പറിച്ച് കൊണ്ടുപോവാണ് ജയനെ അകത്തോട്ട്.
എടി പ്രിയേ, നീ വാതിലൊന്ന് കുറ്റിയിട്ടെ. എന്തിനാ? നീ ഒന്ന് കുറ്റിയിട് പ്രിയേ. പെട്ടെന്ന് പ്രിയ വാതിലിന് കുറ്റിയൊക്കെ ഇടുന്നുണ്ട്. കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ഒരു പട്ടുസാരി എടുത്ത് ജയൻ പ്രിയയുടെ ദേഹത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതെൻ്റെ പ്രിയക്കുട്ടിക്ക് നന്നായിട്ട് ചേരും. നിന്റെ കളറിന് ശരിക്കും മാച്ചാ. എൻ്റെ പ്രിയയെ കാണാൻ ഐശ്വര്യറായിയെ പോലെ ഇരിക്കുന്നു. ജയേട്ടൻ എന്തായി വലിച്ചു കയറ്റിയിരിക്കുന്നത്? എന്തൊരു നാറ്റവാ, എലി ചത്ത് ചീഞ്ഞതുപോലെ. എൻ്റെ പ്രിയെ, ഞാൻ കഴിച്ചത് നല്ല ഒന്നാന്തര സ്കോച്ചാണ്, സ്കോച്ച്. ജയേട്ടാ, നിങ്ങൾ ഈ കുടി നിർത്താതെ ഒരു കാലത്ത് നന്നാകത്തില്ല. ഞാൻ കുടി നിർത്തിയല്ലോ മോളെ. ഞാനൊരു മുതലാളിയായി മാറുന്നതിനകത്ത് നിനക്കെന്താണ് അഭിപ്രായം? പിന്നെ മുതലാളിമാരല്ലേ ഇങ്ങനെ 24 അവേഴ്സും കള്ളും കുടിച്ച് നടക്കുന്നത്. എടി പ്രിയെ, ഞാനൊരു മുതലാളിയായി മാറുന്നതിൻ്റെ സന്തോഷത്തിലടി ഞാൻ 2 എണ്ണം വീശിയത്. ഇനി ഞാൻ നമ്മുടെ ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിൽ നമ്മൾ 2 പേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്കോച്ച് വിസ്കി സിപ്പായിട്ട് ഇങ്ങനെ കുടിക്കും. അതിനെൻ്റെ പ്രിയയ്ക്ക് എതിർപ്പുണ്ടോ? എന്താ പറഞ്ഞത്? നമ്മുടെ ബംഗ്ലാവെന്നോ? അതേ പ്രിയേ, നമ്മുടെ ബംഗ്ലാവ്. എൻ്റെ ജാതകഫലം ഇങ്ങനെ മറിയുമല്ലേ പ്രിയേ. ഇനി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ നീ ഈ ഡ്രസ്സൊക്കെ നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എന്നും പറഞ്ഞ് കുറേ അധികം പട്ടുസാരികളൊക്കെ പ്രിയയുടെ അടുത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ഈ പട്ടുസാരി ഒന്നും വേണ്ട, എനിക്ക് ആവശ്യത്തിന് ഡ്രസ്സുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതല്ലേ പ്രിയേ. ജയേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇത് വാങ്ങി, അപ്പോൾ എനിക്ക് സന്തോഷം വേണ്ടേ? എടി പ്രിയേ, എൻ്റെ സന്തോഷമാണ് നിൻ്റെ സന്തോഷം. എന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യമാണ് നിനക്ക് അറിയേണ്ടത്? ജയേട്ടാ, ഇതിനൊക്കെയുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? വിഷം മേടിച്ച് തിന്നാൻ പോലും കയ്യിലൊരു 5 രൂപ പോലും ഇല്ലാത്ത നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടാൻ ഇത്രയധികം പണം എവിടെ നിന്ന് കിട്ടി? സത്യം പറ, ആരോടെങ്കിലും കടം മേടിച്ചോ? ഏയ്, കടം മേടിക്കാനോ? ആ പരിപാടിയൊക്കെ ഞാൻ എന്നേ നിർത്തി. പിന്നെ ഇതിനുള്ള കാശ് എവിടെ നിന്നാന്നാണ് ഞാൻ ചോദിച്ചത്. സത്യം പറ ജയേട്ടാ, നിങ്ങൾ എവിടെ നിന്നെങ്കിലും കട്ടോ അതോ വല്ല ബാങ്കും കൊള്ളയടിച്ചോ? ഞാനേ ജയേട്ടൻ്റെ ഭാര്യ. പല തവണ നിങ്ങൾ എന്നെ പൊട്ടിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ പൊട്ടിയാകാനൊന്നും ഞാൻ തയ്യാറല്ല. ഈ കാശ് എവിടുന്ന് കിട്ടി? പ്രിയയുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണം? പ്രിയയോട് സത്യം പറഞ്ഞാലോ എന്നിങ്ങനെ ജയൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൊച്ചമ്മണി ആ കഥകിന് വന്ന് കിടന്നങ്ങോട്ട് അടിക്കുക. എടാ ജയ, കഥവ് തുറക്കടാ, തുറക്കടാ. അത് കേട്ടോണ്ട് പെട്ടെന്ന് ജയൻ പ്രിയയോട് പറഞ്ഞു, അയ്യോ പ്രിയേ, ഈ സാധനമെല്ലാം എവിടെങ്കിലും കൊണ്ടൊന്ന് ഒളിക്കടി. ആ തള്ള കണ്ട ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ജയനും പ്രിയയും കൂടെ ആ കൊണ്ടുവന്ന തുണികളെല്ലാം എടുത്ത് എങ്ങോട്ടോ മാറ്റുവാണ്. കൊച്ചമ്മണി വന്നിട്ട് ചോദിക്കുന്നു, ഒരു ജവളിക്കട മുഴുവനായിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഞാൻ കണ്ട്. കൊച്ചമ്മണി നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അതല്ല, എവിടെ കൊണ്ട് നീ താഴ്ത്തിയടാ? അമ്മ, അത് അവിടെ അടുത്തുള്ള ഒരു തുണിക്കടയിലേ, ആ തുണിക്കടയെ അങ്ങ് പൂട്ടി. അപ്പോൾ അവരവിടെ ഇരുന്ന തുണികളൊക്കെ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചുമ്മാതെ കൊടുത്ത്. ഞാനും പോയി 1-2 സാരി പ്രിയക്കിഞ്ഞ് വാങ്ങിച്ച്. എൻ്റെ മോനെ, കേട്ടാൽ നല്ല സുഖമുള്ള ഒരു നുണ തന്നായത്. എന്നിട്ട് നീ എനിക്കെന്താ വാടാ വാങ്ങിയത്? അമ്മ സാരി ഉടുക്കത്തില്ലല്ലോ. എൻ്റെ അമ്മ മദാമ വേഷമല്ലേ ഇടത്തുള്ളൂ, അവിടെ ആ വേഷം ഇല്ല. എന്നാലേ എൻ്റെ മോനിങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞ് ജയനെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് കൊച്ചമ്മണി ചോദിക്കുന്നത്, എടാ കമ്മീഷൻ കിട്ടിയോ? എൻ്റെ കാശ് മര്യാദയ്ക്കെടുക്ക്. അയ്യോ അമ്മേ, കമ്മീഷൻ കിട്ടിയില്ലമ്മേ, എൻ്റെ അമ്മയാണ് സത്യം. എടാ ജയ, നിന്നെ തിരുമി കുളിപ്പിച്ച കയ്യായത്. നീ എന്നെ പറ്റിച്ച നിന്നെ തിരുമി ഉടയ്ക്കാനും ഈ കൈ തന്നെ മതി, കേട്ടോടാ. പ്രിയയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. പ്രിയ ജയനോട് ചോദിക്കുന്നു, ആ കള്ളി തള്ളയ്ക്ക് നിങ്ങൾക്ക് എന്തോ ഇടപാട്? അയ്യോ, ആ തള്ള എന്നെ പെറ്റു എന്നുള്ളൊരിടപാട് മാത്രമേ ഉള്ളൂ. അതല്ലല്ലോ, വേറെ എന്തോ രഹസ്യമാണല്ലോ പറഞ്ഞത്. അതെ, അവരെന്നോടൊരു 1000 രൂപ കടം ചോദിച്ചു. ഞാനില്ലെന്ന് പറഞ്ഞു, അത്രേ ഉള്ളു. പ്രിയ രണ്ടും കൽപ്പിച്ച് തന്നെ. ജയേട്ടാ, ഈ കാശ് എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള സത്യം നിങ്ങൾ എന്നോട് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങും. അത് ചെറിയ പിണക്കമൊന്നും ആയിരിക്കത്തില്ല, നോക്കിക്കോ. ഈ സമയം രാജുവും ഋതികയും കൂടി ഇങ്ങനെ ബൈക്കിൽ സംസാരിച്ച് ചിരിച്ച് ഉല്ലസിച്ചൊക്കെയാണ് പോകുന്നത്. ഋതിക പറയുന്നു, രാജു, ഞാനല്ലാതെ വേറൊരു പെണ്ണാ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വഴക്കായാനേ. അതെന്താ മേഡം അങ്ങനെ പറഞ്ഞത്? അതെ, രാജു ഒട്ടും റൊമാൻറ്റിക് അല്ല. ഞാൻ വല്ല മഹർഷിയായിട്ടും ജനിക്കേണ്ട ആളാ. അയ്യോ, അതിൽ യാതൊരു സംശയമില്ല രാജു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാജു ഇപ്പോൾ വേറെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ. ആ കുട്ടിയെ രാജു ഇങ്ങനെ മേഡം ഒന്ന് വിളിക്കുവോ? അതിന് ഞാൻ കെട്ടിയിട്ട് വേണ്ടേ മേഡം? ആഹാ, അപ്പം കല്യാണമേ പ്ലാൻ ഇല്ലായിരുന്നോ? എന്നാലേ ഞാൻ മേഡത്തിനൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കു രാജു, ഈ പഞ്ചാര വർത്താനം പറയുന്നതിനെയാണോ ഈ റൊമാൻസ് എന്ന് പറയുന്നത്?
എൻ്റെ രാജു, ഈ രാജുവിന് പ്രണയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇനി ഞാൻ അതിനും ക്ലാസ് എടുക്കണമല്ലോ. അയ്യോ, ക്ലാസ് ഒന്നും എടുക്കണ്ടായേ, ഇങ്ങനൊക്കെ തന്നെ അങ്ങ് പോയാൽ മതി. അപ്പോൾ ബൈക്ക് ഒന്ന് ബ്രേക്ക് ആകുന്നുണ്ട്. ഋതിക പെട്ടെന്ന് രാജുവിനെ അങ്ങ് കൈകൊണ്ട് കെട്ടിപ്പിടിച്ച്, ഇതെന്താ മാഡം? അത് രാജു പേടിച്ചിട്ടൊന്ന് പിടിച്ചു പോയതല്ലേ. എന്നിട്ട് ബൈക്കിൻ്റെ പുറകിലിരുന്നോട്ട് എത്തി ഋതിക രാജുവിനൊരു മുത്തം കൊടുക്കുക. രാജു അങ്ങ് ഞെട്ടുന്നുണ്ട്. എന്താ മാഡം? രാജു ഇതിനെ പ്രണയമൊന്നും റൊമാൻസൊന്നും പറയും. അയ്യേ, ഞാൻ മാഡത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. അവരങ്ങനെ സന്തോഷത്തോടെ വരുവാണ്. ഋതിക പെട്ടെന്ന് ചോദിക്കുന്നു, ഇനി എന്താ രാജു ബ്രേക്ക് പിടിക്കുന്നില്ലേ? എന്തിനാ? എനിക്കൊന്നുകൂടെ കെട്ടിപ്പിടിക്കാൻ. രാജു, ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരെയും വിട്ടിട്ട് വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതിന് അമ്മമ്മ വിളിച്ചിട്ടല്ലേ മാഡം നമ്മൾ പോകുന്നത്? അമ്മമ്മ നമ്മളെ തറവാട്ടിലോട്ട് കൊണ്ടുപോകാനല്ലേ വിളിച്ചത്? എന്തിനായിരിക്കും മാഡം നമ്മളെ തറവാട്ടിലോട്ട് അമ്മമ്മ കൊണ്ടുപോകുന്നത്? അതെൻ്റെ രാജു, 2 പേർക്ക് മാത്രമേ അറിയൂ. അതാർക്കാം മാഡം? ഒന്ന് സൂര്യമംഗലത്തെ സരസ്വതി അമ്മ, ഒന്ന് ദൈവത്തിന്. സരസ്വതി അമ്മ വാതക്കിൽ നിന്ന് രാമായണമാണോ എന്തോ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുവാണ്. അംബിക ഒരു ഗ്ലാസ് ജ്യൂസും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അംബിക നോക്കിയിട്ട് പറയാ, ഇരിപ്പ് കണ്ടില്ലേ തള്ളയുടെ? ഇവരൊരു വൈൽഡ് ആനിമലാ. മെരുക്കാന്ന് വിചാരിച്ചാലൊട്ട് മെരുകത്തതുമില്ല. സൂര്യമംഗലത്തേക്ക് ഋതികയും രാജുവിനെയും കൊണ്ട് ഇവരെന്തിനാ പോകുന്നതെന്നൊന്ന് അറിയണമല്ലോ. ഏതായാലും ഇവരെ ഒന്ന് സോപ്പിട്ട് നോക്കാം എന്നും പറഞ്ഞ് അംബിക ജ്യൂസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക ജ്യൂസും കൊണ്ട് എന്തിനാ വരുന്നതെന്നൊക്കെ നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് നല്ലതുപോലെ മനസ്സിലാവും. അംബിക ആരാണെന്നും അവിടെ ജാതകം തന്നെ കലക്കി കുടിച്ചിട്ടിരിക്കുക നമ്മുടെ സരസ്വതി അമ്മ. സരസ്വതി അമ്മയുടെ അടുത്തായി ഇവിടെ ജാട. ഇനി രാജുവിനെ ഋതികയും കൊണ്ട് സൂര്യമംഗലത്തിലോട്ട് കൊണ്ടുപോയി അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.